RRT കാവലിൽ വന്യമൃഗാക്രമണങ്ങൾ ലഘൂകരിച്ച് നോർത്ത് വയനാട് വനമേഖല. ചുരുങ്ങിയ കാലം കൊണ്ട് മലബാറിൽ നിരവധി ദൗത്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാൻ സംഘത്തിന് സാധിച്ചു. ബേലൂർ മഗ്ന ദൗത്യത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു നോർത്ത് വയനാട് ദ്രുതകർമ്മസേനയുടെ രൂപീകരണം. മുൻ DFO KJ മാർട്ടിൻ ലോവലിന്റെ പ്രത്യേക താൽപര്യപ്രകാരമാണ് താൽക്കാലിക ദ്രുതകർമ്മസേന രൂപീകരിച്ചത്. ജനവാസ മേഖലയിലിറങ്ങിയ ബേലൂർ മഗ്ന എന്ന കാട്ടാനയെ നേരിടുക, ഡിവിഷൻ പരിധിയിലെ രൂക്ഷമായ വന്യമൃഗശല്യം പരിഹരിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. വയനാട് RRT ടീമിലെ സെക്ഷൻ ഫോറസ്റ്റർ EC രാജുവിന്റെ നേതൃത്വത്തിൽ 14 അംഗങ്ങളെ ഉൾപ്പെടുത്തിയാണ് ടീം രൂപീകരിച്ചത്. ചുരുങ്ങിയ കാലം കൊണ്ട് സംഘത്തിന് വന്യമൃഗശല്യം ലഘൂകരിക്കാൻ സാധിച്ചു. 2024 സേനയ്ക്ക് വനംവകുപ്പിന്റെ ഔദ്യോഗിക അംഗീകാരം ലഭിച്ചു. ഒരു വർഷം കൊണ്ട് മലബാറിൽ നിരവധി ദൗത്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി. ഇവിടെ മാത്രമല്ല, വയനാട് ഫോറസ്റ്റ് പരിധിയിൽ മാത്രമല്ല, നമ്മൾ ഇവിടെ ഇരുന്ന് കണ്ണൂരും കാസർഗോഡും ഉള്ള ഇമ്പോർട്ടൻറ്റ് മിഷൻസും ഓപ്പറേഷൻസും ഇവിടെ ഇരുന്ന് നമ്മുടെ RRT പോയി നല്ല രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. മാത്രമല്ലാതെ നമ്മുടെ RRT എല്ലാ ദിവസങ്ങളിലും നൈറ്റ് പാട്രോളിംഗും ചെയ്തിട്ട് ഇവിടെ ഉള്ള നാട്ടുകാരുടെ വന്യജീവി പ്രശ്നത്തിനെ കുറയ്ക്കാൻ എത്ര ശ്രമിക്കാൻ പറ്റുമോ അത്ര ശ്രമിക്കാറുണ്ട്. സോ ഈ രീതിയിൽ തന്നെ നമ്മൾ RRT ഇന്നും മുന്നോട്ട് പോയി. 8 ജില്ലകളിൽ വിവിധ ദൗത്യങ്ങളിലായി നിരവധി വന്യമൃഗങ്ങളുടെ ജീവൻ രക്ഷിക്കാനും വന്യമൃഗങ്ങളെ വനത്തിലേക്ക് തുരത്താനും സേനയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ജസ്റ്റിൻ ചെഞ്ചട്ടയിൽ, വയനാട് വിഷൻ, മാനന്തവാടി.